അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങും പോലെ ആ വ്യക്തി സ്വന്തം ലോകത്ത് ജീവിക്കുമ്പോഴും അത് ചംക്രമണം ചെയ്യുന്ന ഒരു സൂര്യനുണ്ട്. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഭൂമിക്ക് സംഭവിക്കുന്ന ഋതുഭേദങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യന് സംഭവിക്കുക. അവൻ്റെ ഓരോ വളർച്ചയിലും പല പല ചംക്രമണങ്ങളും ഋതുഭേദങ്ങളും സംഭവിക്കുന്നു. അഥവാ ഋതുഭേദങ്ങളെ പോലെ മനുഷ്യ ജീവിതവും കടന്നു പോകുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു കാവ്യ നാടകം. ഋതുഭേദങ്ങൾ. വസന്തകാലം. ജീവന്റെയും പുനരുജ്ജീവന്റെയും പ്രതീകം. ഇവിടെ ഇതാ ഒരു കുഞ്ഞു ജനിക്കുന്നു. അവന്റെ ലോകം അമ്മയാണ്. അമ്മയാണ് അവന്റെ സൂര്യൻ. വസന്തത്തിൽ പുഷ്പമോ സുഗന്ധത്താൽ നിറഞ്ഞ പ്രസാദമോ സായോജ്യമോ ആദ്യ ശ്വാസ നിശ്വാസത്താൽ പകർന്ന സന്ദേശത്താൽ തിരുമധുരം ചാലിച്ചതാരോ തേനും വയമ്പും നാവിൽ തൊട്ടതാരോ ചിരിച്ചും കരഞ്ഞും തട്ടിമറിഞ്ഞും വസന്തത്തിൻ വരവറിയിച്ച് ജന്മം സാഫല്യമോ വസന്തത്തിൻ വരവറിയിച്ച ജന്മം സാഫല്യമോ. ഗ്രീഷ്മം. ധ്രുവീയ മേഖലയിലും ഉപധ്രുവീയ മേഖലയിലുമുള്ള പ്രധാന ഋതുക്കളിലും കുഞ്ഞു വളരുമ്പോൾ അവൻ്റെ ലോകവും വളരുന്നു. ആ ലോകത്ത് അവൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവൻ്റെ തിരിച്ചറിവിൻ്റെ ലോകം, സുന്ദരമായ ബാല്യം. അല്ലലില്ലാത്ത അവൻ്റെ ആ ലോകം എത്ര പെട്ടെന്നാണ് ഒഴിഞ്ഞു പോകുന്നത്. ചേർത്തണച്ച മഹാവൃക്ഷം അച്ഛനെയാണിഷ്ടമേറെ കൊടും ചൂടിൽ തണലേകി ചാരേന്നു ചേർത്തണച്ച മഹാവൃക്ഷം കരുതലിൽ പുഷ്പഗന്ധം കരിഞ്ഞോ ഹരിതകും മറഞ്ഞുവോ വിന്ദ
ചിത്രമായി ഗ്രീഷ്മം നനഞ്ഞുപോയി. വെറും വാസര ചിത്രമായി ഗ്രീഷ്മം നനഞ്ഞുപോയി. വർഷം ഭൂമി അതിന്റെ പരിക്രമണ പാതയിലൂടെ സൂര്യനെ ഒരു തവണ ചുറ്റാൻ ആവശ്യമായ സമയം. വർഷത്തിൽ മനുഷ്യ ജീവിതം മറ്റൊരു രൂപത്തിലാണ് സംക്രമിക്കുന്നത്. അനുഭവങ്ങൾ, തെറ്റ്, ശരികളുടെ അവസ്ഥകൾ, കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള സഞ്ചാരം, അനുരാഗം, പ്രണയിനിയുടെ സാമീപ്യം അവനെ മറ്റൊരാളാക്കി മാറ്റുന്നു. സ്വത്വം തേടിയുള്ള യാത്ര, ജീവിത സംഘർഷം, നിലനിൽപ്പിനുള്ള പോരാട്ടം അവിടെ തുടങ്ങുന്നു. വർഷത്തിലൊരാഗം പെയ്തൊഴിഞ്ഞ നേരമില്ല. കൽപ്പനയിൽ വിടരാത്ത കുളിരുമില്ല. ഇടനെഞ്ചിൽ തരളമാ കവിത വിരിഞ്ഞ നേരം. ഇടിമിന്നൽ ഭൂമിയെ പിളർന്ന മാത്രയിൽ കടം കേറിയ ജന്മങ്ങൾ കൂടൊഴിഞ്ഞു യൗവനം. തകർന്ന മുൻപിൽ തലയും താഴ്ത്തി നിന്നു. മൗനത്തിൽ കിടന്നേറെ പകച്ചുപോയി. കാലവും തരിച്ചുപോയി. വർഷമോ പടികടന്നു. മെല്ലെ വിട പറഞ്ഞു. മെല്ലെ വിട പറഞ്ഞു. മെല്ലെ വിട പറഞ്ഞു. ശരത്കാലം ചൂടിൽ നിന്നും തണുപ്പിലേക്കുള്ള മാറ്റത്തിന്റെ കാലം, അഥവാ വിളവെടുപ്പിന്റെ കാലം. അതിജീവനത്തിന്റെ ഭാഗമായി ഒരു വ്യക്തി കടന്നു ചെല്ലാത്ത ഇടമില്ല. ഒടുവിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തി അവൻ അവിടെ നിലയുറപ്പിക്കുന്നു. കുടുംബം, തൊഴിൽ, അർത്ഥങ്ങളുടെ പുത്തൻ അന്വേഷണം. ഈ കാലഘട്ടത്തിൽ അയാളെ സ്വാധീനിക്കുന്നത് ഭാര്യയാണ്. ചിന്തുകൾ മാത്രമായി പൂക്കളം വന്നതും ശ്രാദ്ധം കഴിഞ്ഞതും ശാപം പടർന്നതും പേടി കലർന്നതും ഇന്നലെ എന്നപ്പോൾ നെഞ്ചിൽ മിടിപ്പായി കൂടെയുണ്ടിന്നും. വിചിത്രമായി മുന്നിലുണ്ടെന്തോ പിറുപിറുക്കും. എത്ര കൊഴിഞ്ഞു ജന്മങ്ങൾ, എത്ര കൊഴിഞ്ഞു ജന്മങ്ങൾ. പഴുത്ത ഇലകളായി മണ്ണിൽ പ്രവാസമായി ജീവിതം പച്ചയിട്ടു. മഹാകാല പ്രവാഹത്തിൽ നാം ഒഴുകി. മഹാകാല പ്രവാഹത്തിൽ നാം ഒഴുകി. ഹേമന്ത് ദക്ഷിണായന കാലത്തെ വരവേൽക്കുന്ന കാലം ഇനി ജീവിതത്തിൻ്റെ മധ്യാഹ്നമാണ്. വാർദ്ധക്യത്തിൻ്റെ ആദ്യ പടിയെക്കുറിച്ചും വിശ്രമ ജീവിതത്തെക്കുറിച്ചും കരുതലോടെ സമ്പാദിക്കേണ്ടതിനെക്കുറിച്ചും എല്ലാം ആലോചിക്കുന്ന കാലം. ചുമതലകളെല്ലാം തീർക്കാൻ വെമ്പുന്ന കാലം. കുളിരാർന്ന ചിന്തകൾ മഞ്ഞിൻ മടിയിൽ പുലർക്കാലവേളയിൽ സുന്ദര സ്വപ്നങ്ങൾ തീർത്ത കൗമാരവും ചുളയിൽ ഏറിയ യൗവനവും കാലമൊരുക്കിയ പട്ടട
നിഹാരവർണ്ണങ്ങൾ മുത്തുകൾ കോർത്തു മിന്നി. ജീവിതം ഗാനമായി കാലമോ താളമായി ആത്മാവേദോ പ്രശാന്ത മധുരമാ ഓംകാരനാദം പ്രതിധ്വനിച്ചു. മോക്ഷം തിരഞ്ഞ് മിഴിവിടർന്നു, കൈകൾ നെഞ്ചോട് ചേർത്ത് നമസ്കരിച്ചു. മോക്ഷം തിരഞ്ഞ് മിഴിവിടർന്നു, കൈകൾ നെഞ്ചോട് ചേർത്ത് നമസ്കരിച്ചു. കൈകൾ നെഞ്ചോട് ചേർത്ത് നമസ്കരിച്ചു. ശിശിരകാലം. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ഋതുക്കളിൽ ശൈത്യകാലമെന്നും ഇക്കാലം അറിയപ്പെടുന്നു. ഋതുക്കളിലെ അവസാന ഘട്ടം, ഇനി മോക്ഷം, അന്ത്യവിശ്രമം. അപ്പോഴാണ് ജ്ഞാനം സംഭവിക്കുക. ആവർത്തനത്തിന്റെ ഗാഥയിൽ താനൊരു അധ്യായമാണ്. ഭൂമിയിലെ ഒരു കണികയാണ് താൻ. സൂര്യപ്രഭാവത്തിൽ ആവർത്തനം സംഭവിച്ചു കൊണ്ടേയിരിക്കും. കാലം മറച്ചു, പ്രവാസം കൊഴിഞ്ഞു, പ്രഭാതവും സന്ധ്യയും കേട്ടുറ്റത്തിൽ കഥ പറഞ്ഞു. വിട ചൊല്ലുവാൻ പ്രായം പിടഞ്ഞു നിന്നു. വിട ചൊല്ലുവാൻ പ്രായം പിടഞ്ഞു നിന്നു. പോയ കാലങ്ങളോ ഓർമ്മതൻ വേദിയിൽ മുന്നിൽ നിഴലാട്ടമാടി. പോയ കാലങ്ങളോ ഓർമ്മതൻ വേദിയിൽ ഓരോരംഗമായി മുന്നിൽ നിഴലാട്ടമാടി. ഇനി യാത്രയില്ല തഴപ്പായയിൽ ഞാനും കിടക്കുന്നു. കാലമേ കൂടെ നീയുണ്ടെന്ന് ധൈര്യമോടെ നീ തുടർന്നാടുക നിന്റെ ആനർത്തനം, നിന്റെ ആസ്വാദനം, നിന്റെ ആകർഷണം, നിന്റെ ആവർത്തനം. നീ തുടർന്നാടുക നിന്റെ ആനർത്തനം, നിന്റെ ആസ്വാദനം, നിന്റെ ആകർഷണം, നിന്റെ ആവർത്തനം, നിന്റെ കാലികമായ മൂല്യച്യുതിയിൽ നിന്നും ലോകത്തെ തിരിച്ചു പിടിക്കുവാൻ പ്രകൃതി തന്നെ നമുക്ക് ദിശാസൂചികയാണ്. അത് മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും നമുക്ക് മുന്നേറാം. പ്രകൃതിയിലേക്ക് മടങ്ങാമെന്ന് ഉദ്ഘോഷിക്കുമ്പോൾ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച് സമഭാവനയോടെ സർവചരാചരങ്ങളെയും ഉൾക്കൊണ്ടുള്ള സമവർത്തിത്വമാവട്ടെ ഒട്ടേറെ സമസ്യകളുടെ കൂട്ടിച്ചേർക്കലുകളായ നമ്മുടെ ജീവിതം. ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ
സി അജയ് നാരായണന്റെ ഋതുഭേദങ്ങൾ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെ മികച്ച രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും